2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടന്ന ലോക്സഭാ മണ്ഡലമാണ് വടകര. ഒരു കാലത്ത് CPMന്റെ പൊന്നാപുരം കോട്ടയായ വടകരയുടെ മണ്ണ്. ഒഞ്ചിയം രക്തസാക്ഷികളുടെ സ്മരണ തുളുമ്പുന്ന ആ മണ്ണിൽ CPM അല്ലാതെ മറ്റാരും ജയിച്ചു വന്നിരുന്ന ഒരു ചരിത്രം വലിയ തരത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് CPMന്റെ പൊന്നാപുരം കോട്ട അവർ ഏതു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാലും 10,000-കണക്കിന് വോട്ടിന് ജയിക്കുന്ന മണ്ഡലം. അവിടെയാണ് വടകരയിൽ RMP രൂപീകരണത്തിന് ശേഷമാണ് കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും ഇപ്പോൾ ഷാഫി പറമ്പിലും ജയിച്ചു വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മട്ടന്നൂർ MLAയും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്ന KK ശൈലജയെയാണ് വടകര മണ്ഡലം പിടിച്ചെടുക്കാൻ CPM നിയോഗിച്ചത്. അപ്രതീക്ഷിതമായി കോൺഗ്രസ് പാലക്കാട് MLAയും യുവ നേതാക്കളിൽ പ്രധാനിയുമായ ഷാഫി പറമ്പിലിനെ മത്സരിക്കാനായി വടകരയിൽ രംഗത്തിറക്കി. തീപ്പാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിധിയെഴുതി. കാരണം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി ഈ നിയമസഭാ മണ്ഡലങ്ങളാണ്. മിക്ക നിയമസഭാ മണ്ഡലങ്ങളും CPMന് കൃത്യമായ ലീഡുള്ള മണ്ഡലം. അതുകൊണ്ട് വളരെ വലിയൊരു മത്സരം നടക്കുമ്പോൾ KK ശൈലജയെ പോലെ ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയിലൂടെ വടകര മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നായിരുന്നു CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും കണക്കുകൂട്ടൽ. എന്നാൽ ഷാഫി മത്സരരംഗത്തെത്തിയതോടുകൂടി ചിത്രം മാറി. യുവാക്കൾ ഒന്നടങ്കം ഷാഫിക്ക് കീഴിൽ അണിനിരക്കുന്ന ഒരു കാഴ്ച വടകരയിൽ കണ്ടു. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് കാഫിർ സ്ക്രീൻഷോട്ട്, അതായത് ഷാഫി പറമ്പിൽ നമ്മുടെ മതത്തിന്റെ സ്ഥാനാർത്ഥിയാണ്, KK ശൈലജ അപരമത സ്ഥാനാർത്ഥി, അതായത് മുസ്ലിം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. കാഫിറായ KK ശൈലജയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രത്യക്ഷപ്പെട്ടത്. അന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഞങ്ങളല്ല, കൃത്യമായ അന്വേഷണം നടത്തണം. എന്നാൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു യൂത്ത് ലീഗ് നേതാവിന് പിഴയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഇതിന്റെ പിന്നാലെ തന്നെ നടന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിൽ ഉൾപ്പെടെയുള്ളവർ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോയി. ഒടുവിൽ ഭരണം മാറി. ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും അധികാരത്തിൽ വന്നു. പുതിയ അന്വേഷണ സംഘത്തിന് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദം അന്വേഷിക്കാൻ പുതിയ സംഘത്തിന് രൂപം നൽകി. അവരുടെ അന്വേഷണം ആരംഭിച്ച് ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായ DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന DYFI നേതാവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നേരത്തെ വടകര ബ്ലോക്കിലെ പ്രധാനപ്പെട്ട നേതാവായ റിബേഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കേസ് ജിതിനിൽ ഒതുങ്ങില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. കാരണം ജിതിൻ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിനല്ല, അല്ലെങ്കിൽ ഈ പോസ്റ്റർ നിർമ്മിച്ചത് ജിതിനല്ല, ജിതിനാണ് ഇത് പ്രചരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നിർമ്മിച്ച ആളുകൾ ഉൾപ്പെടെ ഉന്നത നേതാക്കന്മാരിലേക്ക് അന്വേഷണം നീളുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DYFIയുടെയും CPMന്റെയും ഉന്നത നേതാക്കന്മാരിലേക്ക് ഈ അന്വേഷണം നീളും. വടകര പോലെയുള്ള ഒരു മണ്ണ് നമുക്കറിയാം, നാദാപുരത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. നാദാപുരം നേരത്തെ വർഗീയ സംഘർഷങ്ങൾ, വർഗീയ കലാപങ്ങളൊക്കെ നടന്ന കുപ്രസിദ്ധിയാർന്ന മണ്ണാണ് ആ നാദാപുരത്തിന്റെ മണ്ണ്. ആ നാദാപുരത്തിന്റെ മണ്ണിലടക്കം പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയിലേക്ക് ഒരു നാടിനെ കൊണ്ടു തള്ളിയിടാനുള്ള ശ്രമമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മറവിൽ നടത്തിയത്. ആരുടെയൊക്കെ ഭാഗ്യവശാൽ, അല്ലെങ്കിൽ CPMന്റെ നിർഭാഗ്യവശാൽ ആ വടകരയിൽ ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഒരു ഇല പോലും അനങ്ങിയില്ല എന്ന് മാത്രമല്ല, വടകരയുടെ മതമൈത്രിക്ക്, ഹൈന്ദവ മുസ്ലിം സാഹോദര്യത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഒരു പോറൽ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ, വടകര കത്തുന്ന വടകരയെ, ആളിക്കത്തുന്ന വടകരയെ അത്ര പെട്ടെന്ന് തണുപ്പിക്കാൻ DYFIക്കോ CPMനോ കഴിയുമായിരുന്നില്ല. ഒരു വലിയ വർഗീയ കലാപത്തിൽ നിന്നാണ് വടകരയെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ഇതിന്റെ പിന്നിലെ സൂത്രധാരന്മാരെ ഇപ്പോൾ പിടികിട്ടിയിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഒരു നാടിനെ വർഗീയ കലാപത്തിലേക്ക് തള്ളിയിടാൻ നടത്തിയ നീക്കമാണ് അവിടെ പ്രതിരോധിച്ചത്. ആ പ്രതിരോധത്തിന്റെ ബാക്കി പത്രമായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുമെന്നാണ് ജനാധിപത്യ വിശ്വാസികളുടെ ഒരു വിശ്വാസം.